നമസ്കാരം. ക്യൂ മലയാളി UK ന്യൂസിലേക്ക് സ്വാഗതം. ലണ്ടൻ സ്കൂളിൽ കത്തിക്കുത്ത്, 13 വയസ്സുകാരൻ പിടിയിൽ. വടക്ക് പടിഞ്ഞാറൻ ലണ്ടനിലെ കിങ്സ്ബറി ഹൈസ്കൂളിൽ നടന്ന കത്തിക്കുത്ത് സംഭവത്തിൽ 13 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ആദ്യം 13 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് കുത്തേറ്റതായി വിവരം ലഭിച്ചത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് 12 വയസ്സുള്ള മറ്റൊരു കുട്ടിക്കും കുത്തേറ്റതായി സ്ഥിരീകരിച്ചത്. ഇരുവർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഒരാളെ പ്രധാന ട്രോമാ സെന്ററിലേക്ക് മാറ്റി. പ്രതി സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് പോലീസ് ഇയാളെ പിടികൂടി. ആക്രമണത്തിന് ഉപയോഗിച്ചുവെന്ന് കരുതുന്ന ആയുധവും കണ്ടെടുത്തു. സംഭവത്തിൽ മറ്റാരെയും പ്രതി ചേർത്തിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. കൗണ്ടർ ടെററിസം വിഭാഗം കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇത് ഭീകരാക്രമണമാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവത്തിന്റെ പിന്നിലെ കാരണം വ്യക്തമല്ലെന്നും എല്ലാ സാധ്യതകളും പരിശോധിച്ചു വരികയാണെന്നും മെട്രോപൊളിറ്റൻ പോലീസ് വ്യക്തമാക്കി. ഈ സംഭവം സ്കൂൾ സമൂഹത്തിനും പ്രദേശവാസികൾക്കിടയിലും വലിയ ആശങ്കയുളവാക്കിയിട്ടുണ്ട്. കുട്ടികൾ കരഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സ്കൂളിന് വളരെ വേദനാജനകമായ സംഭവമാണെന്ന് പ്രിൻസിപ്പൽ പ്രതികരിച്ചു. ലണ്ടൻ മേയറും ആഭ്യന്തരമന്ത്രിയും സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ഗ്യാറ്റ്വിക് വിമാനത്തിൽ തീപിടുത്തം, അടിയന്തര ലാൻഡിംഗ്. ലണ്ടൻ ഗ്യാറ്റ്വിക് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ടാപ്പ് എയർ പോർച്ചുഗൽ വിമാനത്തിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തി. ഞായറാഴ്ച രാവിലെ പോർച്ചുഗലിലെ പോർട്ടോയിലേക്ക് പുറപ്പെട്ട വിമാനം പറന്നുയർന്ന മിനിറ്റുകൾക്കകം എയർബസ് A320-214 വിമാനത്തിന്റെ പൈലറ്റുമാർ സ്ക്വാഡ് 7700 എന്ന അടിയന്തര അലർട്ട് നൽകി. ഏകദേശം 4300 അടി ഉയരത്തിൽ വിമാനം സഞ്ചരിക്കുമ്പോൾ ക്യാബിനിൽ തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ട് ചെയ്തു. ഉടൻ തന്നെ വിമാനം ഗ്യാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് തിരിച്ചിറക്കി. ഏകദേശം 10 മിനിറ്റിനുള്ളിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. വിമാനത്താവളത്തിലെ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തുകയും വിമാനം പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി പരിശോധന നടത്തുകയും ചെയ്തു. പിന്നീട് വിമാനം പോർട്ടോയിലേക്ക് യാത്ര തുടർന്നു. നിശ്ചയിച്ച സമയത്തേക്കാൾ വൈകിയാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. തീപിടുത്തത്തിനുള്ള കാരണം ഇതുവരെ വ്യക്തമല്ല. അടുത്തിടെയായി ലിഥിയം അയൺ ബാറ്ററികളുമായി ബന്ധപ്പെട്ട തീപിടുത്ത സാധ്യത വർദ്ധിച്ചതിനെ തുടർന്ന് പവർ ബാങ്കുകളുടെ ഉപയോഗത്തിന് വിമാനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും സമ്മർദ്ദം നിറഞ്ഞ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഗ്യാറ്റ്വിക് ഇടം പിടിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം. ലണ്ടൻ റെസ്റ്റോറൻറ്റുകളിൽ അനധികൃത തൊഴിലാളികൾ. ലൈസൻസ് പുനഃപരിശോധനയ്ക്ക് 15 അനധികൃത തൊഴിലാളികളെ കണ്ടെത്തി. സെൻട്രൽ ലണ്ടനിലെ 2 റെസ്റ്റോറൻറ്റുകളിൽ അനധികൃതമായി 15 തൊഴിലാളികളെ നിയമിച്ചതായി മെട്രോ പോലീസ്. മാർബിൾ ആർച്ചിന് സമീപമുള്ള എഡ്ജ്വെയർ റോഡിലെ അൽ ബലദ് റെസ്റ്റോറൻറ്റുകളിൽ ഏപ്രിൽ 2017 ജൂൺ 2025 4 തവണയായി ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനകളിലാണ് അനധികൃത തൊഴിലാളികളെ കണ്ടെത്തിയത്. ഒക്ടോബർ 31 നടന്ന 5ാമത്തെ പരിശോധനയിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ഗുരുതരമായ ശത്രുതയും ഭീഷണിയും നേരിടേണ്ടി വന്നതായും മെട്രോ പോലീസിന്റെ സഹായം തേടേണ്ടി വന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. റെസ്റ്റോറൻറ്റുകൾക്ക് പ്രവർത്തന ലൈസൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹോം ഓഫീസ് വെസ്റ്റ്മിൻസ്റ്റർ സിറ്റി കൗൺസിലിന് കത്ത് നൽകിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് ഡയറക്ടർമാരായ അലി ഖദർ ഹക്കീം എന്നിവർ പുതിയ സംവിധാനങ്ങൾ നടപ്പിലാക്കിയതായി അറിയിച്ചു. റെസ്റ്റോറൻറ്റുകൾക്ക് ഇതുവരെ 2,10,000 പൗണ്ട് പിഴ ലഭിച്ചിട്ടുണ്ട്. അതിൽ 1,20,000 പൗണ്ട് ഇനിയും നൽകാനുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത തൊഴിലാളികളെ കണ്ടെത്തിയെന്നും ചിലർ വ്യാജ വിസ ഉപയോഗിച്ചാണ് ഇവിടെ എത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റെസ്റ്റോറൻറ്റ് മാനേജർമാർ തൊഴിലാളികളെ നിയമിച്ചതായി സമ്മതിക്കുകയും നാഷണൽ ഇൻഷുറൻസ് രേഖകളും പാസ്പോർട്ട് പകർപ്പുകളും പരിശോധിച്ചതായി അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ റെസ്റ്റോറൻറ്റിലെ ജീവനക്കാർ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് എത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. ഈ സംഭവങ്ങൾ റെസ്റ്റോറൻറ്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഗൗരവമായ ആശങ്കകൾ ഉയർത്തുന്നു. കൗമാരക്കാരൻ ഷോപ്പിംഗ് മാൾ കൊള്ളയടിച്ചു. 1,30,000 പൗണ്ട് വിലമതിക്കുന്ന സാധനങ്ങൾ മോഷ്ടിച്ചതായി കേസ്. 1,30,000 പൗണ്ട് വിലമതിക്കുന്ന സാധനങ്ങൾ മോഷ്ടിച്ചെന്ന കേസിൽ 17 വയസ്സുള്ള കൗമാരക്കാരന് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും എല്ലാ ബൂട്ട്സ് സ്റ്റോറുകളിൽ നിന്നും പ്രവേശനം നിഷേധിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ലണ്ടനിലെ ബൂട്ട്സ് സ്റ്റോറുകളിൽ നിന്ന് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വൻതോതിൽ സാധനങ്ങൾ മോഷ്ടിച്ചതായാണ് ആരോപണം. CCTV ദൃശ്യങ്ങളിൽ ഇയാൾ ബാഗിൽ സാധനങ്ങൾ നിറച്ച് പണം നൽകാതെ പുറത്തേക്ക് പോകുന്നത് പതിവായിരുന്നുവെന്ന് കണ്ടെത്തി. പ്രായപൂർത്തിയായിട്ടില്ലാത്തതിനാൽ കുട്ടിയുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇയാൾക്കെതിരെ 53 ബൂട്ട്സ് സ്റ്റോറുകളിലെ മോഷണത്തിനും 4 ഹോളണ്ട് ആൻഡ് ബാരറ്റ് സ്റ്റോറുകളിലെ മോഷണത്തിനും കേസെടുത്തിട്ടുണ്ട്. കേസിന്റെ വിശദമായ പരിശോധനയ്ക്കായി
CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിക്കാൻ കോടതി 1 മാസം സമയം അനുവദിച്ചു. വെസ്റ്റ്മിൻസ്റ്റർ, കെൻസിംഗ്ടൺ, ചെൽസി, ലാംബെത്ത് തുടങ്ങിയ നിരവധി ജില്ലകളിലെ ബൂട്ട് സ്റ്റോറുകളിൽ മോഷണം നടന്നിട്ടുണ്ട്. കെൻസിംഗ്ടൺ, ചെൽസിയിലെ ഒരു ബൂട്ട്സ് സ്റ്റോറിൽ നിന്ന് മാത്രം 9316.05 പൗണ്ട് വിലമതിക്കുന്ന സാധനങ്ങൾ മോഷ്ടിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. മോഷ്ടിച്ച സാധനങ്ങളുടെ മൊത്തം മൂല്യം ഏകദേശം 1,29,974.50 പൗണ്ടാണ്. മോഷണങ്ങൾ ഗൗരവമുള്ളതാണെന്നും ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ നഷ്ടപ്പെടുന്നതിൽ വലിയ വരുമാന നഷ്ടമുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇയാൾക്ക് ബൂട്ട്സ്, ഹോളണ്ട് ആൻഡ് ബാരറ്റ് സ്റ്റോറുകളിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. കേസ് മാർച്ച് 9 വീണ്ടും പരിഗണിക്കും. UK GP രജിസ്ട്രേഷനുകളിൽ കുടിയേറ്റക്കാരുടെ വർധനവ്. പുതിയ കുടിയേറ്റക്കാരിൽ 10 GPമാരെ ആശ്രയിക്കുന്നു. UKയിലെ GP രജിസ്ട്രേഷനുകളിൽ കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതായി ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തുന്നു. 2025 മാത്രം 7,52,730 പുതിയ GP രജിസ്ട്രേഷനുകൾ നടന്നിട്ടുണ്ട്. ഇതിൽ ഏകദേശം 10% പേർ UKയ്ക്ക് പുറത്തുനിന്ന് എത്തിയവരാണ്. ഈ കണക്കുകളിൽ UKയിലേക്ക് തിരിച്ചെത്തിയ ബ്രിട്ടീഷുകാരുൾപ്പെടെയുണ്ട്. എന്നാൽ ഭൂരിഭാഗം അഭയാർത്ഥികൾ, അവരുടെ കുടുംബങ്ങൾ, വിദേശ തൊഴിലാളികൾ, വിദേശ വിദ്യാർത്ഥികൾ എന്നിവരാണ്. ഇവർക്ക് UKയിലെ ആരോഗ്യ സംവിധാനമായ NHS ഉപയോഗിക്കാൻ ആരോഗ്യ സർചാർജ് നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം ആകെ 64,91,948 പുതിയ GP രജിസ്ട്രേഷനുകളാണ് നടന്നത്. ഇതിൽ 7,50,000-ലധികം പേർ കുടിയേറ്റക്കാരാണ്. ഇത് ലിവർപൂൾ, ബ്രാഡ്ഫോർഡ്, ഷെഫീൽഡ് തുടങ്ങിയ വലിയ നഗരങ്ങളിലെ ആകെ രോഗികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. കുടിയേറ്റത്തിന്റെ തോത് ആരോഗ്യ സംവിധാനത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നതായി ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം GPമാരെ കാണാൻ 1 മാസമോ അതിൽ കൂടുതലോ കാത്തിരിക്കേണ്ടി വന്നവരുടെ എണ്ണം റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തി. ഈ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി ഓൺലൈൻ ബുക്കിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും തിരക്ക് കുറയ്ക്കാനും ലേബർ പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കോവിഡിനു മുമ്പ് 84% നേരിട്ടുള്ള കൂടിക്കാഴ്ചകളുടെ അനുപാതം നിലവിൽ 63.1% കുറഞ്ഞിട്ടുണ്ട്. കുടിയേറ്റം നിയന്ത്രിക്കണമെന്നും അതുവഴി പൊതുസേവനങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം ലഘൂകരിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നു. UKയിലെ 3 ലക്ഷം കുട്ടികൾ സെറ്റിൽഡ് സ്റ്റാറ്റസിനായി 10 വർഷത്തെ കാത്തിരിപ്പ് നേരിടുന്നു. UKയിലെ കുടിയേറ്റക്കാരുടെ സെറ്റിൽഡ് സ്റ്റാറ്റസ് നയങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ മൂലം 3 ലക്ഷത്തിലധികം കുട്ടികൾക്ക് സെറ്റിൽഡ് സ്റ്റാറ്റസ് പദവി ലഭിക്കാൻ 10 വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് പോളിസി റിസർച്ച് നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. നിലവിൽ UKയിൽ താമസിക്കുന്ന 1.35 ദശലക്ഷം പേരിൽ ഏകദേശം 4% കുട്ടികളാണ്. ഇവരിലേറെയും വിസയുള്ള മാതാപിതാക്കളുടെ ആശ്രിതരാണ്. തൊഴിലാളികൾക്ക് സ്ഥിരതാ പദവി ലഭിക്കാനുള്ള 5 വർഷത്തെ കാലയളവ് 10 വർഷമായി വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കെയർ മേഖലയിലുള്ളവർക്ക് ഇത് 15 വർഷം വരെയാകാം. ഈ മാറ്റങ്ങൾ റെട്രോസ്പെക്റ്റീവ് ആയി നടപ്പിലാക്കുന്നത് നിലവിൽ വ്യവസ്ഥകളുമായി മുന്നോട്ടു പോകുന്നവരെ ദോഷകരമായി ബാധിക്കുമെന്ന് ലേബർ MPമാർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. സ്ഥിരതാ പദവി ലഭിക്കുന്നത് UKയിൽ താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും ആനുകൂല്യങ്ങൾക്കും അപേക്ഷിക്കാനും അവസരം നൽകുന്നു. ഈ മാറ്റങ്ങൾ കുട്ടികളുടെ ഭാവി പദ്ധതികളെയും വിദ്യാഭ്യാസ അവസരങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ദാരിദ്ര്യം വർദ്ധിപ്പിക്കുമെന്നും IPPR മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനകം സെറ്റിൽഡ് പദവിക്കായി അപേക്ഷിച്ചവരെ ഈ മാറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്നും അല്ലാത്ത പക്ഷം കുട്ടികൾക്ക് സുരക്ഷിതമല്ലാത്ത ഭാവി നേരിടേണ്ടി വരുമെന്നും IPPR ആവശ്യപ്പെടുന്നു. MPമാരും ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ജേഴ്സിയിൽ പെട്രോൾ, ഡീസൽ കാറുകൾക്കുള്ള നിരോധനം സംശയത്തിൽ. മന്ത്രിമാർ നയം പുനഃപരിശോധിക്കുന്നു. 2030 മുതൽ പെട്രോൾ, ഡീസൽ കാറുകൾ നിരോധിക്കാനുള്ള ജേഴ്സിയുടെ തീരുമാനം സംശയത്തിലായിരിക്കുകയാണ്. പദ്ധതി പ്രായോഗികമല്ലെന്ന് മന്ത്രിമാർ സമ്മതിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. 2022 ജേഴ്സി ദ്വീപ് 2050 കാർബൺ രഹിത ലക്ഷ്യം കൈവരിക്കുന്നതിൻ്റെ ഭാഗമായി 2030 മുതൽ പെട്രോൾ, ഡീസൽ വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി നിരോധിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ തീരുമാനം മാറ്റിയേക്കുമെന്ന് പരിസ്ഥിതി മന്ത്രി ഡെപ്യൂട്ടി സ്റ്റീവ് ലൂസ് സൂചിപ്പിച്ചു. ഔദ്യോഗികമായി അന്തിമ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നും നയത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ചീഫ് മിനിസ്റ്റർ ലിൻഡൻ ഫെർനാമും ഈ വിഷയത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാലാവസ്ഥാ മാറ്റത്തെ നേരിടാൻ പ്രതിജ്ഞാബദ്ധമാണെങ്കിലും നിലവിലെ സമീപനം പ്രായോഗികമായിരിക്കില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നിലവിലെ നിർദ്ദേശങ്ങൾ പ്രകാരം 2030 മുതൽ പുതിയതും ഉപയോഗിച്ചതുമായ പെട്രോൾ, ഡീസൽ കാറുകളുടെ ഇറക്കുമതിയും ആദ്യ രജിസ്ട്രേഷനും നിരോധിക്കും. എന്നാൽ ഈ മാറ്റങ്ങൾ ജനങ്ങളെയും ബിസിനസ്സുകളെയും എങ്ങനെ ബാധിക്കുമെന്നും ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ചാർജിംഗ് പോയിന്റുകളുടെ ലഭ്യതയെക്കുറിച്ചും ആശങ്കകളുണ്ട്. യൂറോപ്യൻ യൂണിയന്റെയും UKയുടെയും സമീപകാല നയമാറ്റങ്ങളും ജേഴ്സിയുടെ തീരുമാനത്തെ സ്വാധീനിക്കുമെന്ന് കരുതുന്നു.
നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാളി UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാളി UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.